അന്നത് പാടാം. ആയാ സെറ്റ്. ചൊല്ലണ കല്ലാണി നെഞ്ചിലിന്ന് കരിങ്കല്ലാണി കരിങ്കല്ലാണി നെഞ്ചിലിന്ന് ഞാനൊന്ന് തൊട്ടപ്പോൾ നീലക്കരിമ്പിന്റെ തുണ്ടാണ്. കണ്ടതയ്യാ. It actually forgets the dividing human being in us. I think it unites us so very well. Like, when I'm sitting in a theater, if I'm watching a Kishkindagandam or like Avesham, I'm cheering for the hero, or like, I'm cheering for the character that I love. And I don't remember whether the person next to me is an auto driver or a millionaire. It doesn't matter. Yes. So he's cheering for him, I'm cheering for him, and that's the beauty of cinema. It forgets you who you are, and that's the reason we are together, and that's the reason even though we really don't know each other, we still know. So that's the beauty of this cinema. Like, even if you hurt somewhere, I don't know, if you meet a right tree, you might remember. വോയിസ് മോഡലിസ്റ്റൊക്കെ മെല്ലെ മാറി തുടങ്ങി. എല്ലാ സ്റ്റൈലേക്ക് പിടിച്ചോണ്ട് ഇല്ല, അത് ഫ്ലോയിൽ വന്നു. ഷൂട്ടിലായി പോയി. ഇല്ല, ഫ്ലോയിൽ വന്നു. Who doesn't want to act with Mohanlal sir? Who doesn't want to act? Like, anybody would want to, but you don't know when the script will arrive, and if it happens, I'm lucky. സിനിമ അങ്ങനെയാണ്. അതിന് ഭാഷാ പരിമിതികളോ പ്രേക്ഷകർക്കിടയിൽ അതിർവരമ്പുകളോ ഒന്നും തന്നെയില്ല. ദേശാന്തരങ്ങൾക്ക് എപ്പോഴും സിനിമ സംസാരിക്കുന്ന ഭാഷ ഒന്ന് തന്നെയാണ്. അത്തരത്തിൽ വ്യത്യസ്തമായ പ്രമേയങ്ങൾ കൊണ്ടും മേക്കിംഗ് കൊണ്ടും ഒരു ഹിറ്റ് ചാർട്ടിൽ ഇടം പിടിക്കാൻ എത്തുകയാണ് രുതിരം. സോ രുതിരത്തിൻ്റെ വിശേഷണമായിട്ട് ഒരുപക്ഷെ അന്യഭാഷാ ചിത്രങ്ങളിൽ നിന്ന് നായകന്മാർ മലയാളത്തിലേക്ക് ഒട്ടേറെ ചേക്കേറിയിട്ടുണ്ട്, നെഞ്ചിൽ സ്ഥാനം പിടിച്ചു പറ്റിയിട്ടുണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ശ്രദ്ധേയ താരം രാജ്ബി ഷെട്ടി നായകനാവുന്ന ചിത്രം കൂടിയാണ്. സോ രാജ്ബി ഷെട്ടി ഒപ്പം തന്നെ മലയാളത്തിൽ തുടങ്ങി നാഷണൽ ലെവൽ അവാർഡ് തിളക്കത്തിൽ വരെ എത്തി നിൽക്കുന്ന മലയാളത്തിൻ്റെ സ്വന്തം പാൻ ഇന്ത്യ നായിക അപർണ ബാലമുരളി. ഒപ്പം എഴുത്തിലും സംവിധാനത്തിലോട് കൂടി തന്നെ സംവിധായകരുടെ ഹിറ്റ് ചാർട്ടിൽ കൂടി നമ്മൾ ഇനി കാണാൻ പോകുന്ന മുഖം പേര് ജിഷോ ലോൺ ആന്റണി. നമസ്കാരം. ലാംഗ്വേജ് നിങ്ങളുടെ എനിക്ക് മനസ്സിലായി. അതെ, നന്നായിട്ട് മലയാളം സംസാരിക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പൊ സംശയമാണ് ആക്ച്വലി രാജ്ബി ഷെട്ടി എന്നുള്ളത് ഒരു കന്നഡ നടനാണോ അതോ മലയാളം നടനാണോ? കാരണം മലയാളത്തിലെ നടന്മാർ ലിസ്റ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാല് രാജ്ബി ഷെട്ടി ഉണ്ട് അല്ലെ. കേരളത്തിൽ വീട് വാങ്ങിയോ? ഇല്ല, ഒരു റെന്റഡ് ഹൗസ് കിട്ടും ഇവിടെ. സ്വന്തൊന്നും വേണ്ട. വേണ്ട. പ്ലാൻ ഉണ്ടോ ഓൾറെഡി? ഇല്ല, എനിക്ക് അങ്ങനെയൊന്നും ഇല്ല. വീട് എന്തിനാ, ഹോട്ടലുണ്ട്. ഇവിടുത്തെ പ്ലേസ് എനിക്ക് വളരെ ഇഷ്ടമാണ്. ഇവിടുത്തെ ആൾക്കാരും ഇഷ്ടം, ഇവിടുത്തെ സിനിമ ഇഷ്ടം. ഓക്കെ, ഇവിടെ വരും, ഇടയ്ക്കിടയ്ക്ക് വരും. ഈ പക്കത്തിൽ വീട്ടിൽ പയ്യെന്നല്ല പറയുന്നത്, നമ്പ വീട്ടിൽ പയ്യെന്നാ പറയുന്നത് അല്ലേ? അപ്പൊ പിന്നെ ഇല്ലേ ഇവിടെ ഒരു അഡ്രസ് വാങ്ങേണ്ടതാണ്. എനിക്ക് വീട്ടിൽ കുറച്ച് സ്ഥലമുണ്ട്, തീർച്ചയായിട്ടും വരാം. ആ പടിവാതിലയിൽ അടച്ചിടാറില്ല, എപ്പോഴും സ്വാഗതം എന്നുള്ള രീതിയിൽ. ആൻഡ് ഈ പേരിൽ തന്നെ ഭയങ്കരമായിട്ട് അല്ലെ ഒരു മിസ്റ്ററി കൊണ്ടുവരുന്നുണ്ട്. രുതിരം എന്ന് പറഞ്ഞ പോലെ ചോരയാണ്, ചുവപ്പാണ്, ഇതിന്റെ പലതര നിർവചനങ്ങളും കൊണ്ടുവരും എന്നുള്ള പറഞ്ഞ പോലെ ഈ മേക്കിങ്ങിൽ ഭയങ്കരമായിട്ട് മിസ്റ്ററിക്കൊപ്പം തന്നെ എവിടേക്കും ഒരു സർവൈവൽ ത്രില്ലർ ഭയങ്കരമായിട്ട് മണ്ണടിക്കുന്നുണ്ട്. അത് തന്നെയാണോ കഥ പറയുന്നത്, സിനിമ പറയുന്നത്? സർവൈവലാണ്. അതിന്റെ കൂടെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ പറഞ്ഞ മാതിരി എന്താ പറയാ, നമുക്കൊരു ഡിസൈഡ് ചെയ്യാൻ പറ്റാത്ത ഒരു ലെവലിലേക്ക്, അതായത് തെറ്റ് ശരി എന്താന്നോ അല്ലെങ്കിൽ ആരുടെ ഭാഗത്താന്നോ അങ്ങനത്തെ ഒരു പോയിന്റ് നമുക്ക് ലാസ്റ്റ് ആവുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരും. നമ്മൾ ആരുടെ കൂടെ നിൽക്കണം, അങ്ങനത്തെ ഒരു എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഒരു ആൻസർ നമുക്ക് കിട്ടും എന്ന് തന്നെ തോന്നുന്നില്ല ചിലപ്പോൾ സിനിമ കഴിഞ്ഞു കഴിഞ്ഞാൽ. അത് പറയുന്ന പോലെ ഓരോരുത്തർക്കും ഓരോ തെറ്റുകളും ശരികളും ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു ഇതിലാണ് ഈ പടം പോകുന്നത്. സർവൈവലാണ്, സർവൈവൽ ഉണ്ട്, റിവെഞ്ച് ഉണ്ട്, അങ്ങനെ എല്ലാ ഫ്ലേവേഴ്സും ഉണ്ട്. ത്രില്ലറും ആണ് ഒബ്വിയസ്ലി. അത് നമുക്ക് എനിക്ക് തോന്നുന്നു ഏകദേശം പോസ്റ്റേഴ്സിനൊക്കെ മനസ്സിലാവും. ആ സിനിമ കണ്ടു കഴിയുമ്പോഴും ആ പേര് എന്തുകൊണ്ട് എന്നുള്ള രീതിയിലേക്ക് അനർത്ഥമാക്കണ പോലെ സിനിമ അല്ലെ സംഭവിക്കുന്നതാണ്. ഇതിന്റെ ഷൂട്ടിംഗ് വിഷ്വൽസ് ആയിട്ടാണെങ്കിലും അല്ലെങ്കിൽ സിനിമ ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ചായിട്ടുണ്ട്. ഏകദേശം എനിക്ക് തോന്നുന്നു 2 വർഷത്തിനടുത്തായിരുന്നു. കൃത്യമായി പറഞ്ഞ അടുത്തൊരു മാർച്ച് വരുമ്പോൾ പൂജ കഴിഞ്ഞ് 2 വർഷമാവും തോന്നുന്നു. ശരിയാണ്. അപ്പോൾ ശരിക്കും അത് കഴിഞ്ഞൊരു സിനിമയിലേക്ക് ഒരു വലിയ ബിഗ് സ്ക്രീനിലോട്ട് വരേണ്ട സമയം അതിക്രമിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. എന്തുകൊണ്ട് ഇത്ര വൈകി എന്നുള്ള ചോദ്യത്തിന് എന്തായിരിക്കും ഉത്തരം? ഇല്ല, അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം എപ്പോഴും ഒരു ജേണി എന്ന് പറയുന്നത് നമ്മൾ പ്ലാൻ ചെയ്ത പോലെയല്ലോ ആ ജേണി സംഭവിക്കേണ്ടത്. ഇതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷനിൽ കുറച്ച് സമയം ആവശ്യമായിരുന്നു. പിന്നെ അതിന്റെ ഇടയിൽ നമ്മൾ വിചാരിക്കാത്ത കുറച്ച് ഹഡിൽസ് ഒക്കെ എല്ലാവരും ഫേസ് ചെയ്യേണ്ടി വരും. പക്ഷെ എൻഡ് ഓഫ് ദ ഡേ സിനിമ നന്നായിട്ട് വന്നിട്ടുണ്ട്. സിനിമ സംസാരിക്കട്ടെ. ആ ജേണി അതിന്റെ ഒരു ഓർഗാനിക് ആയിട്ടുള്ള ഒരു ജേണി തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ ഒരു ലേറ്റ് ആയിട്ടുള്ളൊരു
എൻട്രി അല്ല. അതതിനൊരു ബാധകമായിട്ടില്ല ഒരിക്കലും ഇല്ല. നിങ്ങൾക്ക് തിയേറ്ററിൽ കാണുമ്പോൾ മനസ്സിലാവും എന്ന് ഞാൻ വിചാരിക്കും. സംവിധായകൻ ജിഷോയും ഒപ്പം തന്നെ എൻ്റെ കോ-റൈറ്റർ കിരണും കൂടി ഒരുമിച്ച് ഈ സിനിമയെക്കുറിച്ച് എഴുതുന്ന സമയത്ത് ഇതിലെ നായകൻ ആര് വേണം എന്നൊരു ചോദ്യത്തിന് ഉത്തരം കൃത്യമായിട്ട് കിട്ടുന്നതിന് ഗരുഡഗമനയിലെ നായകന്റെ പെർഫോമൻസ് ഒരു റീസൺ ആണ്. ഇല്ല, അത് ഞങ്ങൾ രാജ് സാറിലേക്ക് ഞാൻ നേരത്തെയും പറഞ്ഞു, അത് ഞങ്ങൾ ഒരിക്കലും പ്ലാൻഡ് ആയിട്ട് എത്തിയതല്ല. നമ്മൾ ഇവിടുന്ന് പല ഫേസുകൾ ആലോചിച്ചിരുന്നു. അപ്പൊ അവർക്കൊക്കെ ഇതിലെ ക്യാരക്ടർ അതിൻ്റെ അടുത്ത് അത് പുള്ള് ചെയ്യാനായിട്ട് അവർക്ക് ഇച്ചിരി അവരെ പിന്നോട്ട് വലിക്കുന്ന ചില കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പം നമുക്കതൊന്നുമില്ലാത്ത ഒരാള് എന്നുള്ളൊരു ചിന്ത വന്നപ്പം അങ്ങനെ രാജ് സാറിലേക്ക് എത്തിയതാണ്. കാരണം ആ പെർഫോമർ ഭയങ്കരമായിട്ട് ഡിമാൻഡ് ചെയ്യുന്ന ഒരു ക്യാരക്ടറായിരുന്നു, ഒരു താരം എന്നുള്ളതിനപ്പുറം. അപ്പം രാജ്ബി ഷെട്ടി ഇവരൊക്കെ താരങ്ങളാണെങ്കിലും നല്ല പെർഫോമൻസും കൂടിയാണല്ലോ, അതുകൊണ്ടാണല്ലോ ഇവരിവിടെ ഇരിക്കുന്നത്. അപ്പം അങ്ങനെ പിന്നെ അപർണയാണ് ഇതിൻ്റെ അകത്ത് ആദ്യം വരുന്നത്. അപർണ യെസ് എന്ന് പറയുമ്പോഴാണ് ഈ സിനിമ സംഭവിക്കും എന്ന് പറയുന്ന ഒരു കാര്യത്തിലോട്ട് ഞങ്ങൾ എത്തുന്നത്. അപ്പൊ അതിന്റെ കൂടെ തന്നെ ഈക്വലി പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു ആർട്ടിസ്റ്റ്, അതാണ് നമ്മൾ ആദ്യം നോക്കിയത്. അപ്പം അവിടെ രാജ് സാറിന്റെ പേര് നമുക്ക് കിട്ടി, നമുക്കൊരു കണക്ഷൻ വന്നു മിഥുൻ മുകുന്ദൻ വഴി. മിഥുൻ മുകുന്ദനായിരുന്നു എൻ്റെ ആദ്യത്തെ മ്യൂസിക് ചെയ്യേണ്ടത്. അപ്പോൾ ചില കാര്യങ്ങൾ കാരണം പുള്ളിയുടെ കുറച്ച് ബിസി വേറെ പടങ്ങൾ കാരണം അതൊന്നും മാറി. അപ്പം മിഥുൻ മുകുന്ദൻ വഴി നമ്മൾ അപ്രോച്ച് ചെയ്തു, സാറിനടുത്ത് കഥ പറഞ്ഞു. സാറ് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ യെസ് പറഞ്ഞു. അത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാനത് അപർണേനെ അടുത്ത് പറയുന്നത്, അപർണയുടെ അടുത്ത് പറഞ്ഞു രാജ് സാറാണ് ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞപ്പോൾ അപർണയുടെ റിപ്ലൈ എനിക്ക് ഓർമ്മയുണ്ട്. കാരണം ഞങ്ങളൊക്കെ അത്രയും എക്സൈറ്റഡ് ആയിരുന്നു, കാരണം അങ്ങനെ സംഭവിച്ചു പോയതാണ്. ഈ ഇപ്പോൾ അടുത്തൊരു ലാംഗ്വേജിലോട്ട് അന്യഭാഷയിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് അവിടെ ഏറ്റവും ബെസ്റ്റ് സിനിമ സംഭവിക്കണം, അത് ലീഡ് റോളായിട്ട് സംഭവിക്കണം എന്ന് തന്നെയായിരിക്കും ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം സന്തോഷം നൽകുന്ന കാര്യം. ഇത് ഷൂട്ട് വെച്ച് നോക്കുമ്പോൾ ഏകദേശം 1.5-2 വർഷത്തോളമായി. പക്ഷേ രാജ്ബി കുറച്ചുകൂടി അതിന് മുമ്പേ അറിയുന്നത് വില്ലനായിട്ടാണ്, ടർബോയിലാണ്. എവിടെയെങ്കിലും ഒരു സിനിമ സംഭവിക്കുന്നത് അതിന് മുമ്പേ നായകനായിട്ടായിരുന്നെങ്കിൽ എന്നൊരു ചിന്ത പോയിട്ടുണ്ടായിരുന്നോ? ഇല്ല, ഞാൻ ഒരു ടെക്നീഷ്യൻ അല്ലേ, എനിക്ക് ഇതെല്ലാം ബോണസ് ആണ്. പിന്നെ എന്റെ പടത്തിലും ഇതുവരെ ഞാന് ഹീറോ, ഞാൻ വില്ലൻ അല്ലേ. ഗരുഡഗമനത്തിൽ വലിയ വില്ലൻ ആരുമില്ല. എന്റെ ക്യാരക്ടർ അത് മാത്രല്ല, ഒന്നുമുട്ടേക്കത്തെ അത് തമാശ ആയിട്ട് അതില് വലിയ വില്ലനാണ് ഹീറോ. അവനക്ക് മാത്രം അത്ര ഇൻസെക്യൂരിറ്റി ഉണ്ട്, പക്ഷെ അവൻ വേറെ ആൾക്കാരുടെ ഹരാസ് ചെയ്യും, ബോഡി ഷെയിം ചെയ്യും. അവനല്ലേ വില്ലൻ. എന്റെ ലൈഫിൽ ഞാനേ വില്ലനാണ്. അപ്പോൾ എനിക്ക് ഒരു കുഴപ്പമില്ല പടത്തിൽ. എനിക്ക് നെഗറ്റീവ് ചെയ്യുമ്പോൾ എനിക്ക് ഒരു കുഴപ്പമില്ല. അത് മാത്രമല്ല, അത് എനിക്ക് ചെയ്യാൻ പറ്റൂ, അതൊരു ക്വസ്റ്റ്യൻ എന്റെ ഉള്ളിലുണ്ടല്ലേ. ഒരു ആർട്ടിസ്റ്റ് ആയിട്ട് അത് എക്സ്പ്ലോർ ചെയ്യണം. ഇപ്പോൾ ഞാൻ ഈ പടം ചെയ്യുമ്പോൾ എനിക്കിത് ചെയ്യാൻ പറ്റുമോ, ഇത് ഇങ്ങനെ ഉണ്ടല്ലേ. ഇപ്പൊ ട്രെയിലർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അതൊരു സൊഫിസ്റ്റിക്കേഷൻ ഉണ്ട് അവന്റെ ലാംഗ്വേജ്. പക്ഷെ അവന്റെ ഉള്ളിൽ ഒരു സ്ട്രെങ്ത് ഉണ്ട്, ആ ഒരു സോഫ്റ്റ്നെസ്സും ഉണ്ട്, സ്ട്രെങ്ത് ഉണ്ട്. ഈ പേർക്കും അങ്ങനെ ഉണ്ട്, ഈ ക്യാരക്ടർക്കും അങ്ങനെ ഉണ്ട്. അതെനിക്ക് ചെയ്യാൻ പറ്റും, ഇതുവരെ ചെയ്തിട്ടില്ല ഞാൻ. സോ അതല്ലേ നമ്മുടെ ഉള്ളിലുള്ള ചോദ്യം. പിന്നെ ഇതൊരു സിനിമ എനിക്കൊരു ലേണിംഗ് സ്കൂളാണ്. പക്ഷേ പേയ്മെന്റ് ഇവർ എനിക്ക് കൊടുക്കും. ഫീസ് ഒന്നും ഇല്ലാത്ത ഒരു ലേണിംഗ് സ്കൂളാണ്. എവറി ക്യാരക്ടർ പ്ലേ ചെയ്യുമ്പോൾ ഓക്കെ, ഡിഡ് ഐ ഡു ദിസ് വെൽ ഓർ ഹാവ് ഐ ലേൺഡ് എനിത്തിങ് ഇസ് ദ ക്വസ്റ്റ്യൻ. ടർബോ ചെയ്യുമ്പോൾ ഞാൻ കുറേ പരിപാടികൾ ഞാൻ പഠിച്ചു. കമേഴ്ഷ്യൽ സ്പേസിൽ എങ്ങനെ ഡയലോഗ് ഡെലിവർ ചെയ്യുന്നു, ബോഡി ലാംഗ്വേജ് എങ്ങനെ ചെയ്യുന്നു, എങ്ങനെ ഇന്റിമിഡേറ്റ് ചെയ്യുന്നു, ബോഡി ഫിസിക് ചെറുതായാലും എങ്ങനെ, ഇതെല്ലാം ലേണിംഗ് അല്ലേ. അതിലെന്താ ഹീറോ വില്ലൻ അങ്ങനെ ഒന്നും ഇല്ല. ഒരു എനിക്ക് ചെയ്യാതെ ഒരു ക്യാരക്ടർ ആൽഫ്രഡ് ഹിച്ച്കോക്ക് പറഞ്ഞൊരു സംഭവമുണ്ട്, വില്ലൻ ജയിച്ചു കഴിഞ്ഞാൽ ആ പടവും വിജയിച്ചു എന്നുള്ള രീതിയിലേക്ക് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതുപോലെ ടർബോയിൽ ഒരു വില്ലൻ എന്ന നിലയിൽ എത്രത്തോളം ഒരു നടൻ എന്നുള്ള രീതിയിലേക്കുള്ള വിജയം സംഭവിച്ചിട്ടുണ്ട്? അതെ, ഇവിടുത്തെ വലിയ റെസ്പോൺസ് എനിക്ക് ആ ക്യാരക്ടർക്ക് കിട്ടി. അതിനു മുമ്പ് എനിക്ക് ഗരുഡഗമനത്തിൽ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം ഇൻസ്റ്റാഗ്രാം പിന്നെ ഒരു ഓൺലൈൻ കമ്മ്യൂണിറ്റിയാണ്. സോ അവർക്ക് ഞാൻ എവിടെ ഉണ്ടെന്ന് അറിയോ, എങ്ങനെ ആക്സസ് ചെയ്യാൻ പറ്റുമെന്ന് അറിയും. അവർ റിപ്ലൈ ചെയ്യും, അണ്ണാ ഇത് പടം കണ്ടു, അങ്ങനെ ഇങ്ങനെ ഗരുഡഗമനം കണ്ടു. ബട്ട് ടർബോ അങ്ങനെയല്ല. ടർബോ ഞാൻ ഇവിടെ പോകുമ്പോൾ ആൾക്കാർക്ക് അറിയും, ഗ്രൗണ്ടിൽ അറിയും. അതാണ് കമേഴ്ഷ്യൽക്കും പിന്നെ ഒരു കണ്ടന്റ് സിനിമക്കും ഉള്ള ഡിഫറൻസ്. അതൊരു ഡിഫറൻസ് ഉണ്ട്. സോ ഐ എം ഹാപ്പി, ഐ എം വെരി ഹാപ്പി. ഐ ലവ് ടു എക്സ്പ്ലോർ ലൈഫ് ബ്രദർ. ലൈക്ക് ഇറ്റ്സ് നോട്ട് അബൌട്ട് ഹീറോ വില്ലൻ, നത്തിങ്. ഇതെന്റെ ഭാഗ്യമാണ്. ഞാൻ ഒരു ആക്ടർ, എന്റെ ഭാഗ്യമാണ്. ഞാൻ ഒരു ടെക്നീഷ്യൻ, ഇതെന്റെ ഭാഗ്യമാണ്. സോ ഐ എം ഹാപ്പി. അപർണ, ഈ കിഷ്കിന്ധാട്ടത്തിൻ്റെ ഓൾറെഡി ആ ട്രെയിലർ വരുന്ന സമയത്ത് ഇത് കാട് അല്ലെങ്കിൽ കുറച്ച് മാത്രം കഥാപാത്രങ്ങൾ പ്രത്യേകിച്ച് ഒന്നും മനസ്സിലാക്കി കൊടുക്കുന്നില്ല എന്നുള്ളവരിനോടത്ത് ഇതിൻ്റെ രുദ്രത്തിൻ്റെ ട്രെയിലർ കാണുന്ന സമയത്തും പിന്നെയും കാട് വരുന്നുണ്ട്. ഈ കാടടിച്ച് ഹിറ്റടിക്കുള്ള പരിപാടിയാണോ? അങ്ങനെ ആയിപ്പോയതാണ്.
അത് ഈ പറഞ്ഞ മാതിരി ഇതിലും കുറച്ച് ക്യാരക്ടേഴ്സേ ഉള്ളൂ, ഇതിലും കാർഡുണ്ട്. പക്ഷെ സെയിം ടൈം ഇറ്റ്സ് എ വെരി ഡിഫറെന്റ് ഫിലിം. ഇപ്പൊ ഞാൻ ത്രില്ലേഴ്സ് കുറെ ചെയ്തിട്ടുണ്ട്. അതെന്ന് വെച്ച് നോക്കുമ്പോ ഇത് ഭയങ്കര ഡിഫറെന്റ് ആണെന്നുള്ളൊരു ഉറപ്പ്, നമുക്കൊരു ഉറപ്പുണ്ടാവുമല്ലോ. നമുക്കൊരു ഒരു ഡൗട്ട് പോലും ഇല്ലാണ്ട് ഐ എം വെരി ഷുവർ ദാറ്റ് ബാക്കിയുള്ള സിനിമകൾ വെച്ചിട്ട് ഇത് ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. പിന്നെ നേരത്തെ പറഞ്ഞ മാതിരി ഇപ്പൊ 2 years ആയി എന്ന് പറയല്ലേ ഷൂട്ട് ചെയ്ത്. പക്ഷെ നമുക്ക് ഇപ്പോഴും സിനിമ കാണുമ്പോൾ 2 വർഷം മുന്നേ ഷൂട്ട് ചെയ്താന്ന് ഒരിക്കലും തോന്നൂല്ല. നമുക്ക് എപ്പോഴും ഒരു സിനിമ ചിലപ്പോൾ കുറച്ച് ഡിലേ ആയി കഴിഞ്ഞാൽ നമുക്ക് അത് ഫീൽ ചെയ്യാറുണ്ട് ചില സിനിമകളിൽ. പക്ഷെ എനിക്ക് തോന്നുന്നു രുദ്രത്തിന്റെ ഒരു വലിയ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് അതിന് ഒരിക്കലും അങ്ങനത്തെ ഒരു ഫീൽ ഇല്ല പടത്തിന്. ഇറ്റ്സ് വെരി ഭയങ്കര രസമായിട്ട് അത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിന്റെ മ്യൂസിക്കും എല്ലാം കൂടെ വരുമ്പോൾ അത് ഭയങ്കര ഡിഫറെന്റും ആണ്. അപ്പൊ എനിക്ക് ഇപ്പൊ ഇറങ്ങുന്നതിൽ എനിക്ക് ഈ ഡിലേ എനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെ അങ്ങനെ എഫക്ട് ചെയ്യുമെന്ന് എനിക്കും തോന്നിയില്ല നേരത്തെ പറഞ്ഞ പോലെ. പക്ഷെ ഇറ്റ്സ് വെരി ഡിഫറെന്റ് ഫ്രം ഓൾ ദ ത്രില്ലേഴ്സ് ഐവ് ഡൺ. ഞാൻ ചെയ്ത എല്ലാ ത്രില്ലേഴ്സും ഇപ്പം സർവൈവൽ ത്രില്ലർ ഇപ്പൊ ധൂമം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇതും അതും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. ഭയങ്കര കണ്ടന്റിൽ തന്നെ ഒരുപാട് വ്യത്യാസമുള്ള ഒരു സിനിമയാണ് രുദ്രം. പിന്നെ ത്രില്ലറിൽ വേറെ വേറെ അല്ലേ, ഇപ്പോ ആര് ചെയ്തത്, എന്തിനാ ചെയ്തത്, എങ്ങനെ ചെയ്തത്, എവിടെ ചെയ്തത്, എപ്പോ ചെയ്തത്, ഈ ക്വസ്റ്റ്യന്റെ എക്സ്പ്ലോറേഷനിൽ ത്രില്ലറുടെ ഒരു സ്റ്റൈല് മാറിക്കൊണ്ട്. അതെ, ചില ഫിലിമിൽ ആര് ചെയ്തതാണ് വലിയ സസ്പെൻസ്, പിന്നെ എന്തിനാ ചെയ്തത്, അതാണ് അതിന്റെ ഇത്. ത്രില്ലർ അങ്ങനെ ഡിഫറെന്റ് ആണ്. അത് ഇപ്പം നമ്മൾ സിനിമ എന്നുള്ളത് ഒരു എന്റർടൈൻമെന്റ് ആണെന്ന് പറയുമ്പോഴും ഇപ്പൊ കൃഷ്ണനാടൻ പറഞ്ഞുകൊണ്ട് തന്നെ ഇപ്പൊ അതിൽ എന്റർടൈൻമെന്റ് വേണ്ട സമവാക്യങ്ങളോ ചേരുവകളോ ഒന്നും തന്നെ ഇല്ലാന്ന് വേണമെങ്കിൽ പറയാം അല്ലെ. പാട്ടോ അല്ലെങ്കിൽ ഭയങ്കര ഫൺ ട്രാക്കിലൊന്നും പോകുന്നില്ല. പക്ഷെ അത് നൽകിയ പുതിയൊരു അനുഭവമായിരുന്നു. കൃഷ്ണനാടൻ കണ്ടിരുന്നോ? ഇപ്പൊ പറയരുത് അല്ലേ. സോ അത് നൽകിയൊരു പുതിയൊരു എക്സ്പീരിയൻസ് അല്ലെ. ശരിക്കും ഒരു ഹീറോ എന്നുള്ളതിലും അല്ലെങ്കിൽ ഇങ്ങനൊരു കഥ കേൾക്കുന്നതിലും എങ്ങനെയാണ് ശരിക്കും അത് ഇംപ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നു? ശരിക്കും അത് ഇത്തരം ചേരുവകളൊന്നും ഇല്ല എന്നുള്ളൊരു സംശയം ഒരു പ്രേക്ഷകനെ പോലെ അന്നുണ്ടായിരുന്നോ? ഇല്ല, ഇപ്പൊ ഒന്ന് നമ്മൾ ആ ഒരു സമയത്ത് നിന്നൊക്കെ ഒരുപാട് ഇങ്ങോട്ട് വന്നു. അതായത് ഇപ്പൊ ഒരു പാട്ട് വേണം അല്ലെങ്കിൽ അങ്ങനെ പ്ലേസ് ചെയ്യേണ്ട ഒരു മൈൻഡ് സെറ്റ് ഒന്നും എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ ആർക്കും ഉണ്ടെന്ന്. അത് ഓർഗാനിക് ആയിട്ട് വരുന്ന പാട്ടുകളും എന്താണെങ്കിലും ഏതൊരു എലമെന്റ് ആണെങ്കിലും സിനിമയിൽ ഇപ്പം വളരെ ഓർഗാനിക് ആയിട്ടാണ് ആൾക്കാരെ ചേർക്കാൻ നോക്കുന്നത്. ഇപ്പൊ നമ്മള് ഒരു സമയം വരെ ലിപ്സിങ്ക് ചെയ്തിട്ടാ പാട്ടുകൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ എനിക്ക് തോന്നുന്നില്ല ഒരു 90% ഓഫ് ദ ഫിലിംസ് യു വോണ്ട് സീ ലിപ്സിങ്ക് പാട്ടുകളായിട്ടൊന്നും. അപ്പം അങ്ങനെ സിനിമ ഒരുപാട് മാറിയിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ഉള്ള എല്ലാ സിനിമകളിലും നമുക്ക് ഇത്ര സോങ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരാൾ പോലും കഥ പറയാൻ വരാറില്ല. നമ്മളും അതിൽ അട്രാക്റ്റഡ് ആവാറില്ല. പാട്ട് നല്ലൊരു എലിമെന്റ് ആണ്, പക്ഷെ അത് ആവശ്യമുള്ള സമയത്ത്, സ്പെഷ്യലി സിനിമ എന്നുള്ളൊരു ഇത് നോക്കുമ്പോ. അപ്പൊ എനിക്ക് തോന്നുന്നു അത് വളരെ ഓർഗാനിക് ആയിട്ട് വരുമ്പോ വരേണ്ട കുറെ കാര്യങ്ങളാണ്. ഇപ്പൊ കിഷ്കിന്ധാകാന്ഡത്തിൽ തന്നെ ആ ഒരു ടൈറ്റിൽ സോങ് ആണ് അതിനെ ഒരുപാട് സ്ഥലത്ത് കൊണ്ടുപോകുന്നത്. വേറെ പാട്ടുകളോ ഒന്നുമില്ല അത്. പക്ഷെ നമ്മള് അയ്യോ ഇതില് പാട്ടൊന്നും ഇല്ലാന്നും പറഞ്ഞിട്ട് നമ്മൾ ഒരിക്കലും കംപ്ലൈന്റ് ചെയ്യില്ലല്ലോ. നമ്മള് സിനിമ എക്സ്പീരിയൻസ് ചെയ്യാനാ പോകുന്നത്. അപ്പൊ അതിനെന്താണോ ആവശ്യം അത് കൊണ്ടുവരിക എന്നുള്ളത് ഇത് ഡയറക്ടറിന്റെ ചോയ്സ് ആണ്. ഇനി പാട്ട് ആവശ്യമാണെങ്കിൽ ഇപ്പൊ അങ്ങനത്തെ ഒരു നമ്മൾ അങ്ങനെ പാട്ടുകളും ഒരുപാട് എൻജോയ് ചെയ്തിട്ടുള്ള സിനിമകൾ ഇപ്പോഴും ആ പാട്ടുകൾ നമ്മൾ കേൾക്കാറുണ്ട്. ഇപ്പൊ ജീൻസ് എന്ന് പറഞ്ഞ പടത്തില് 7 Wonders ഷൂട്ട് ചെയ്ത പാട്ട് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല. പക്ഷെ നമുക്കത് ഇപ്പോഴും ആ പാട്ട് കേൾക്കുന്നതും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അത് ഓരോ സമയത്ത് ഓരോ ഡിഫറൻസ് ആണെന്ന് തോന്നുന്നു. ഇപ്പൊ നമ്മൾ അങ്ങനെ നോക്കിയിട്ട് ഇല്ല. പക്ഷെ നല്ല പാട്ടുകൾ ഉണ്ടെങ്കിൽ ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യമാണ്. നമ്മളൊരു സിനിമയിൽ നല്ലൊരു പാട്ടുണ്ട് എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഇല്ലെങ്കിലും അങ്ങനെ നമുക്ക് പ്രശ്നമൊന്നുമില്ല. ഈ പെർഫോമൻസിന്റെ ഒപ്പം തന്നെ ഈ ആക്ടേഴ്സ് എങ്ങനെ എന്നുള്ള രീതിയിലേക്ക് ഓഡിയൻസിനൊപ്പം കാണുന്നു എന്നുള്ളത് പലപ്പോഴും ഒരു ചർച്ചയാവാറുണ്ട്. അത്തരത്തില് രാജ്ബി ഷെട്ടി എന്നൊരു നടനെ ഇപ്പോഴും ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ കൂടിയാണ് താങ്കളുടെ അല്ലെ വേഷവിധാനം എന്നുള്ളത് അല്ലേ. അല്ലോ ഈ ക്യാരക്ടർ ഭയങ്കര ടഫാണോ? അത് ഞങ്ങൾ ആക്ച്വലി സിനിമ കാണുമ്പോൾ നമുക്ക് ആക്ച്വലി വളരെ കംഫർട്ടബിൾ ആയിട്ട് കോമ്പിനേഷൻ, രണ്ടുപേരും കംഫർട്ടബിൾ ആയിട്ട് അഭിനയിക്കേണ്ട സിനിമയാണ് രുദ്രം. ആൻഡ് ഐ വാസ് വെരി കംഫർട്ടബിൾ ടു ഡു ദിസ് ഫിലിം വിത്ത് ഹിം. കാരണം ഞാൻ ഈ പറഞ്ഞ മാതിരി സിനിമകൾ കണ്ട ഐ എം എ ഹ്യൂജ് ഫാൻ ഓഫ് ദിസ് പേഴ്സൺ. പക്ഷെ പുള്ളി മറ്റേ സെറ്റിൽ വന്നു കഴിഞ്ഞാൽ ഫുൾ ഓൺ ആണ് സെറ്റ്. ഇത് സെറ്റിൽ മാത്രമല്ല, പ്രൊമോഷൻ ആയിക്കോട്ടെ, സ്റ്റേജിലായിക്കോട്ടെ. എനിക്ക് തോന്നുന്നു, എനിക്ക് പെട്ടെന്ന് കാണുന്ന സമയത്ത് രാജ്ബി ഷെട്ടി എന്ന് പറയുമ്പോൾ മനസ്സിൽ വരുന്ന ഒന്ന് എനിക്ക് തോന്നുന്നു ഈ പെർഫോമൻസ് ഇപ്പൊ അതിന്റെ #ടൈഗർ ഡാൻസ് എന്നുള്ള രീതിയിലേക്കാണെങ്കിലും അല്ലെങ്കിൽ ഗരുഡഗമനയിലെ ആക്ച്വലി ആ ഒരു പെർഫോമൻസ് ശരിക്കും ആ ഒരു ആക്ഷനിലാണ്.
പക്ഷേ ഇതിലെ നായിക അപർണയ്ക്കും ഒപ്പം തന്നെ സംവിധായകൻ ജിഷോയ്ക്കും ഇത് കണക്ട് ചെയ്യാൻ പറ്റിയ തൃശ്ശൂർകാരായതുകൊണ്ട് തന്നെ പുലിക്കളിയാണ് അല്ലേ? ഉണ്ട്. അത് മാത്രമല്ല എപ്പോഴും ബ്യൂട്ടി ഓഫ് അതെ 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 അതെ. ഇപ്പൊ കൾച്ചർ വേറെ ആയാലും അതിന് സോളിൽ ഒരു നമ്മുടെ കണക്ഷൻ ഉണ്ട്. ഇപ്പോ ഇവിടത്തെ ഒരു ഫെസ്റ്റിവൽ കാണുമ്പോൾ അതിന്റെ വേറെ വേറെ ഡെക്കറേഷൻസ് വേറെ ഇല്ലെങ്കിൽ കോസ്റ്റ്യൂംസ് വേറെ, പക്ഷെ സെലിബ്രേഷനിൽ ആ ഒരു ഹ്യൂമൻ ടച്ച് ഉണ്ടല്ലേ, അതാണ് സിനിമ. I mean, I think that's the reason cinema connects us all. Like, you know, the beauty of cinema is it actually forgets the dividing human being in us. I think it unites us so very well. Like, you know, when I'm sitting in a theater, if I'm watching a Kishkinda Gandam or like Avesham, I'm cheering for the hero, or like, you know, I'm cheering for the character that I love. And I don't remember whether the person next to me is an auto driver or a millionaire. It doesn't matter. Yes. So he's cheering for him, I'm cheering for him, and that's the beauty of cinema. It forgets you who you are, and that's the reason we are together. And that's the reason, even though we really don't know each other, we still know. Absolutely. അതുകൊണ്ട് തന്നെ നമ്മൾ തുടക്കത്തിൽ അതുകൊണ്ട് പറഞ്ഞു തന്നെ അതിനേതായിട്ടുള്ള ഒരു പരിപാടി എവിടെയും വെക്കുന്നില്ല. അതെ. ഈ ലാംഗ്വേജിന്റെ കേസ് പറയുമ്പോൾ തന്നെ ഇപ്പം നമുക്ക് ചിലത് പറഞ്ഞു ഫലിപ്പിക്കാൻ ഒരു ആക്ടർ എന്നുള്ള രീതിയിലേക്ക് വരുന്ന വാക്കുകൾ കുറച്ചും കൂടി ഹെൽപ്പ് ചെയ്യും അല്ലെ. ഈ സീൻ ഇങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്, വില്ലനായിക്കോട്ടെ നായകനായിക്കോട്ടെ എന്നുള്ളത്. പക്ഷെ ഇതിന്റെ ട്രെയിലർ കാണുന്ന സമയത്ത് ഇതിലെ കമ്മ്യൂണിക്കേഷൻ കുറവാണ്, ഈ ഭാഷകൾ കുറവാണ്, വാക്കുകൾക്ക് അപ്പുറത്തേക്ക് ഇതിന്റെ പെർഫോമൻസ് കൊണ്ടും ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊണ്ടും പ്രേക്ഷകർക്ക് ഇതിന് ഫുൾഫിൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഈസി. പക്ഷെ അതിന്റെ ഒപ്പം തന്നെ സിനിമയ്ക്ക് നൽകുന്ന ഒരു ക്ലാസ് ഉണ്ട്. ആക്ച്വലി അത് എത്രത്തോളം ഇഷ്ടപ്പെടുത്തിയിട്ടുണ്ട് ശരിക്കും അതിന്റെ ഒരു പ്രോസസ്സിൽ ഈ സിനിമ. ആക്ച്വലി എനിക്ക് റീസെന്റ് ആയിട്ട് ഇത് ഡബിങ് ചെയ്യുമ്പോൾ കന്നഡത്തില് പിന്നെ ചെറിയ ചെറിയ ഒരു ഇപ്പോ വോയിസ് മ്യൂട്ട് പാച്ച്ഡ് അപ്പ് ചെയ്യുമ്പോൾ ഇതിൽ ഡയലോഗ് എവിടെ ഉണ്ടെന്ന് എനിക്ക് ഡയലോഗ് ഇല്ല. പിന്നെ ഇഷ്ടപ്പെട്ടു. പക്ഷെ എന്താ വെച്ചാൽ എന്റെ ക്യാരക്ടറും മിണ്ടൂല്ല പടത്തില്. ടോബിയിൽ എനിക്ക് ഡയലോഗേ ഇല്ലാതെ പോയി. സോ അവനക്ക് ഊമയാണ് ക്യാരക്ടർ. പിന്നെ നമ്മുടെ ഗരുഡ ഗമനത്തില് ശിവം ഹി ഡസന്റ് സ്പീക്ക് മച്ച്. പക്ഷെ അതാണ് സിനിമയുടെ ബ്യൂട്ടി. അതില്ലെങ്കിലും നമുക്ക് പിന്നെ അത് ഒരു ഡയറക്ടറുടെ ഒരു കോൺഫിഡൻസുമാണ്. ഓക്കെ, ഈ ഡയലോഗ് ഇല്ലാതെ എന്റെ ക്യാരക്ടേഴ്സ് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഞാൻ നല്ല ദേഷ്യത്തിലുണ്ട് അങ്ങനെ പറയാതെ അവന്റെ മുഖം കാണുമ്പോൾ നമുക്ക് അറിയാം ദേഷ്യത്തിലുണ്ട് എന്ന്. അത്ര കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ആ പടത്തിൽ അവർ സൈലൻസും വരും. നമുക്കത് ആ ആർട്ടിസ്റ്റിനെ അത്രയും ട്രസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ മാത്രമേ അത് സംഭവിക്കുള്ളൂ. എനിക്ക് തോന്നുന്നു രണ്ടുപേരും നമുക്ക് അതുപോലെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റിയ ആർട്ടിസ്റ്റ് ആണ്. അപ്പൊ എനിക്ക് തോന്നുന്നു അപർണ ഇതിന്റെ അകത്ത് എനിക്ക് തോന്നുന്നു വളരെ കുറച്ച് ഡയലോഗ് ഉണ്ട്. അതെനിക്ക് കാണുമ്പോൾ മനസ്സിലാവും. അതെ, ട്രെയിലർ കാണുമ്പോ തന്നെ നല്ല ഇടിച്ച് ഫീൽ ഉണ്ട്. അവരുടെ ആക്ഷനിലോട്ട് ഇറങ്ങി തിരിച്ചോ അടുത്തൊരു വാണി വിശ്വനാഥ് അങ്ങനെയൊന്നും വേണമെന്ന് വെച്ച് ചെയ്തൊന്നല്ല. ഇപ്പം ഈ പറഞ്ഞ മാതിരി പെർഫോം ചെയ്യാൻ നല്ല സ്പേസ് ഉള്ള ഒരു സിനിമ ആയതുകൊണ്ട് എടുത്തതാണ്. ആൻഡ് ബാക്കി കാര്യങ്ങൾ ഈ പറഞ്ഞ മാതിരി വളരെ എക്സൈറ്റിംഗ് ആയിട്ട് എനിക്ക് എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫിലിം ആയിരുന്നു രുദ്രം. അപ്പൊ അതുകൊണ്ടാണ് ഇത് കമ്മിറ്റ് ചെയ്തത്. ആൻഡ് ഐ തിങ്ക് അത് നല്ല രീതിയിൽ നമുക്ക് ചെയ്യാനും പറ്റി. ഇപ്പൊ വി ഹാഡ് എ റിയലി ഗുഡ് സ്റ്റണ്ട് മാസ്റ്റർ ചേതൻ. ദാറ്റ് വാസ് നൈസ് ടു വർക്ക് വിത്ത് ഓൾ ദീസ് പീപ്പിൾ. അത് ഒരു ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, നേരത്തെ രാജ് സർ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പുതിയ കുറെ കാര്യങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ ദാറ്റ് ഇസ് ദ എക്സൈറ്റ്മെന്റ്. അതൊരു ടേക്ക് അവേ ആണ് നമുക്ക് ഓരോ സിനിമയിലും. സ്പെഷ്യലി ആസ് എൻ ആർട്ടിസ്റ്റ്, ഞാൻ ഒബ്വിയസ്ലി ഇതിന്റെ ബിസിനസ് സൈഡും ഇതൊക്കെ വേറെ ഉണ്ടെങ്കിലും ആസ് എൻ ആർട്ടിസ്റ്റ് നമുക്ക് ഇതിന്റെ ടേക്ക് അവേസ് വേറെ കുറെ കാര്യങ്ങൾ. ഇപ്പം യു മീറ്റ് ന്യൂ പീപ്പിൾ, അത് ഭയങ്കര നല്ലൊരു കാര്യമാണ്. നമ്മൾ കുറെ ആൾക്കാരെ പരിചയപ്പെടുന്നു, നമ്മൾ നല്ല ഫ്രണ്ട്സിനെ ഉണ്ടാക്കുന്നു. പിന്നെ ഇതിനപ്പുറത്തേക്ക് നമ്മൾ ചെയ്യുന്ന കുറെ പുതിയ ആക്ടിവിറ്റീസ് ആണെങ്കിലും ഇതിനു വേണ്ടി കുറെ കാര്യങ്ങൾ പഠിക്കുന്നു. ഇതൊക്കെ ഭയങ്കര ആസ് എൻ ആർട്ടിസ്റ്റ് ഐ തിങ്ക് ദാറ്റ്സ് ദ മോസ്റ്റ് എക്സൈറ്റിംഗ് പാർട്ട് അബൌട്ട് യുവർ ജോബ്. അപ്പോ അത് അങ്ങനത്തെ കുറെ ടേക്ക് അവേസ് ഉള്ള സിനിമയാണ് രുദ്രം. അത് മാറി അതിനനുസരിച്ച് അല്ലെ ആ ചേഞ്ചസ് കറക്റ്റ് മനസ്സിലാവും. ഒറ്റ മകളായ എന്റെ സ്നേഹലാളങ്ങൾക്കിടയിൽ പുറത്തു വിടാൻ പേടിച്ചിരുന്ന പേരൻസിന്റെ ഇടയിൽ നിന്നാണ് യാത്ര തുടങ്ങി വെച്ചത് ഇത്രയും നാഷണൽ ലെവലിലോട്ട് എത്തി നിൽക്കുന്നത് അല്ലെ. ശരിക്കും ഈ യാത്രയിൽ ഏറ്റവും കടപ്പെട്ടിരിക്കുന്ന ആരാ ഒരു ആർട്ടിസ്റ്റ് നിലയിൽ? ആണ് അച്ഛൻ ഓൾസോ. പക്ഷെ അച്ഛൻ കുറെ നാൾ അച്ഛൻ ഗൾഫിലായിരുന്നു. അമ്മയും ഞാനുമാണ് ഇവിടെ കൂടുതൽ
ഇപ്പൊ നമ്മൾ പണ്ട് അമ്മയ്ക്ക് ഒരു കൈനറ്റിക് ഹോണ്ട ഉണ്ട്. അപ്പൊ അതിലാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ കറങ്ങിയിട്ടുള്ളതും എന്നെ ഓരോ ക്ലാസ്സുകൾക്ക് കൊണ്ടുപോയിട്ടുള്ളതും, ഡാൻസ്, പാട്ട്, പിയാനോ എന്നും പറഞ്ഞിട്ട് ഞങ്ങൾ ഓരോ ക്ലാസ്സിന് പോയിട്ടുള്ളതും ഒക്കെ. അപ്പൊ ഐ തിങ്ക് അമ്മ തന്നെയാണ് ഏറ്റവും കൂടുതൽ സ്ട്രോങ്സ്റ്റ് ആയിട്ട്. അതായത് ഇപ്പം ഞാൻ മഹേഷിന്റെ പ്രതികാരത്തിന്റെ ഓഡീഷന് പോകുമ്പോഴും അമ്മയാണെന്ന് നമുക്ക് പോയി നോക്കാം എന്ന് പറയുന്ന ഒരു ആള്. അപ്പൊ ഐ തിങ്ക് മൈ മോം ഏറ്റവും കൂടുതൽ ലൊക്കേഷനിൽ വരുമ്പോഴൊരു ഫെസ്റ്റിവൽ ഉണ്ട്. ഈ ഇപ്പോൾ മഹേഷിന്റെ പ്രതികാരത്തിൽ വരുന്ന സമയത്ത് തന്നെ ഇപ്പൊ കാണുന്ന അല്ലെങ്കിൽ ഇടുക്കിക്കാരിയാണ് കട്ടപ്പനക്കാരിയാണെന്നുള്ളത് ആക്ച്വലി ആളിനെ കാണുന്ന ഒരു അപ്പിയറൻസിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിനപ്പുറത്തേക്ക് ഈ മികച്ച അഭിനേതാവാണെന്നുള്ള രീതി തർക്കമില്ലാതെ തുടരുമ്പോഴും എവിടേക്കോ കണക്ട് ചെയ്യുന്ന അഭിപ്രായങ്ങളിൽ ഫിസിക് വെച്ചിട്ട് പറയാറുണ്ട് അല്ലെ, കുറച്ചുകൂടി ഒന്നുകൂടി ശ്രദ്ധിക്കേണ്ടത് നായിക എന്നുള്ള രീതിയിലേക്ക്. ഇപ്പൊ അതൊന്നും അല്ലാതെ അഭിനയം കൂടുന്നുള്ള രീതിയിൽ സുറേ പോട്ടർ എത്തി നിൽക്കുന്നത് അല്ലെ, ഒരു അവാർഡായിട്ട്. പക്ഷെ ഇതൊരു മാനദണ്ഡമാണോ, ഒരു എങ്ങനെ ഇരിക്കണം നമ്മുടെ ഒരു ശരീരഘടന എന്നുള്ളത്? കൺഫ്യൂസിംഗ് ആണ്. ചിലവർക്ക് അത് വേണം. ഇപ്പൊ റായനാണെങ്കിലും കിഷ്കിന്ദാണെങ്കിലും ഇപ്പോഴത്തെ ഫിസിക് അല്ല അതിലുള്ളത്. പക്ഷെ ദാറ്റ് വർക്ക്. അത് എനിക്ക് തോന്നുന്നു അത് ആൾക്കാരുടെ ഇതനുസരിച്ചിട്ട് അവര് പറയുന്നത്. ഇപ്പൊ ചിലപ്പം വർക്ക് ആവാത്തത് ചിലപ്പോ എന്റെ ഫിസിക് ആയിരിക്കാം, അതുകൊണ്ടായിരിക്കും ചിലപ്പോ ക്യാരക്ടർ വർക്ക് ആവാൻ. അല്ല ഞാൻ പറഞ്ഞതാ, ചിലപ്പോ അതുകൊണ്ടായിരിക്കാം. പക്ഷെ ഇനി അതല്ലെങ്കിലും അതിനെ ഒരു കാരണമാക്കുന്ന ആൾക്കാരുണ്ട്. ഇതല്ലെങ്കിൽ വെറുതെ എന്തെങ്കിലും പറയണമല്ലോ. നമ്മളിപ്പോ ഏറ്റവും കൂടുതൽ സുഖമാണോ എന്ന് ചോദിക്കുന്നതിനെക്കാട്ടിലും അയ്യോ തടിച്ചല്ലോ, ഒരുപാട് മെലിഞ്ഞല്ലോ, ഇതൊരു കോൺവെർസേഷൻ സ്റ്റാർട്ടർ ആണ് ഇതൊക്കെ. പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾക്ക് ഇതൊരു ഇപ്പം നമ്മളിപ്പം അപർണയെ സമീപിക്കുന്ന സമയത്ത് നമ്മുടെ കേരളത്തില് ഒരു സാധാ പെൺകുട്ടി എങ്ങനെയായിരിക്കും? അവര് ഭയങ്കര ഫിസിക്കുള്ള, ഭയങ്കര സിക്സ് പാക്ക് ബോഡി ഉള്ള ആളൊന്നും ആയിരിക്കില്ലല്ലോ. നമ്മൾ കാണുന്ന യൂഷ്വലി കാണുന്ന ആൾക്കാർ എങ്ങനെയായിരിക്കും? എന്റെ ഒരു കാഴ്ചപ്പാടിൽ അങ്ങനെ ഒരു ഇതിലെ സ്വാതി എന്ന് പറയുന്നത് വളരെ സാധാരണ കേരളത്തിലെ ഏതൊരു സാധാരണ പെൺകുട്ടീനെയും നമ്മൾ കാണുന്ന പോലെ കാണേണ്ട ഒരു ക്യാരക്ടറാണ്. അതുകൊണ്ടാണ് അപർണയിലോട്ട് എത്തിയത്. പക്ഷേ പർപ്പസ്ഫുള്ളി ചെയ്ത പോലെ very ordinary woman gets into an extraordinary situation. അതെ, അതാണ് സത്യം. If superwoman or superman gets into a traffic this thing conjunction, it doesn't look like a very extraordinary situation. But if an ordinary woman gets into a very traffic if she gets stuck and if her mother or if somebody has a health issue, that's a very extraordinary situation. So that's the reason I think people should look normal, and I think people should respect others looking normal. എനിക്കൊരു കാര്യമല്ല, എനിക്ക് കമന്റ് അടിച്ചാൽ ഇതാരാൻ ഐ ഡോണ്ട് തിങ്ക് ഐ ഗെറ്റ് ഹേർട്ട്, ബിക്കോസ് വാട്ട് എവർ കമന്റ്സ് they can give me, I have given it in my first film itself, and I have written it and I have performed it. So I don't think I'm absolutely what do you call it, conscious about how I look. I absolutely love how I look. But I don't care how I look to others, because you can perceive in any way, even the most handsomest hero of Bollywood gets divorced. So it's not only beauty is not the criteria. It doesn't matter. Yeah, it doesn't matter. നമ്മുടെ ഈ സിനിമ പറയുന്ന കാര്യം അങ്ങനെ തന്നെയാണ്. അതിന്റെ അകത്ത് എല്ലാ ഡിസ്ക്രിമിനേഷൻ അപ്പുറവും എല്ലാ റേസിനും അപ്പുറവും നമ്മളെ കോമൺ ആയിട്ട് കണക്ട് ചെയ്യുന്ന ഒരു കാര്യം. ഇപ്പൊ ബ്രദറിനെയായാലും എന്നെയായാലും അപർണേനെയായാലും അത് റെഡ് എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡ് ആണ്. അപ്പൊ അതിനെ കുറിച്ചാണ് നമ്മൾ ഇതിന്റെ അകത്ത് കൊണ്ടുവരുന്നത് എന്നുള്ളത്. ഇപ്പോൾ ശരിക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മളൊക്കെ നമ്മുടേതായിട്ടുള്ള ശരികളായിരിക്കും എന്നിപ്പോഴും പറയാറുണ്ട്. ഇത് മറ്റുള്ളവരുടെ പോയിന്റ് ഓഫ് വ്യൂ ഒരു വില്ലൻ ആയെങ്കിലും അല്ലെ, ഇതുണ്ടല്ലേ ടാഗ് ലൈനും അതെ, ലൈക്ക് ദ ആക്സ് forgets but the tree remembers, because sometimes even the best of the tree will become an axe or the handle of the axe. So ningalde comment when you speak, if you are trying to instigate another person, you are the most cruelest person in the world. But just because you don't kill, you don't become less violent. You are killing a person's confidence, you are killing a person's freedom by demeaning him. So that's the beauty of this cinema. Even if you hurt somewhere, I don't know, if you meet a right tree, he might remember. Voice modulation ഒക്കെ നല്ല മാറി തുടങ്ങി. എല്ലാ ശൈലിക്ക് പിടിച്ചൊന്ന് ഇല്ല, അത് ഫ്ലോയിൽ വന്നു. ഷൂട്ടിലായി പോയി. ഇല്ല, ഫ്ലോയിൽ വന്നു. അല്ല ഭയങ്കരമായിട്ടൊക്കെ മാറി. അവരൊന്നും ചെയ്തിട്ടില്ല. അത് കറക്റ്റ് ആയിട്ട് അല്ല, ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ബിക്കോസ് I have seen people commenting about people and body in Kerala also, because I follow most of it. That's the reason it was there in my head.
That's the reason maybe I wanted to tell. That's so cruel. That's so wrong. You don't know what is going through that person's body and mind. It's so absolutely crime to tease a woman, just because of so many other things. It is ആക്ച്വലി ഹ്യൂമൻസിനെ ഉണ്ടാക്കി തന്നെ ഉള്ളത് ഇംപെർഫെക്ഷൻസ് കൊണ്ട് അതെ 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 ആരും പെർഫെക്റ്റ് ആയിട്ടില്ല. ആ ഇംപെർഫെക്ഷൻസിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള സാധനം എന്താണോ അതായിരിക്കും അവരുടെ ബ്യൂട്ടി അല്ലേ? അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഒരുപോലെ ഇരിക്കില്ലേ? ഇത് കയറി 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 വേറെ എവിടെ നമുക്ക് തിരിച്ചു വരാം. അതെ അതെ, നമ്മൾ ആക്ച്വലി പെർഫോമൻസിനെ കുറിച്ച് തന്നെ സംസാരിച്ചതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു രാജീവ് ഷെട്ടി ഇരിക്കുന്ന സമയത്ത് പ്രേക്ഷകർക്ക് ഇപ്പോൾ മൈൻഡിൽ വരുന്ന സംഭവം കാന്താരയായിരിക്കും കണക്ട് ചെയ്തിട്ട് വരുന്നത്. അതായത് പെർഫോമൻസ് കൊണ്ട് ചർച്ച ചെയ്തൊരു സിനിമയാണ്. പക്ഷേ ഈ ഗരുഡഗമനയിലാണെങ്കിൽ രണ്ടുപേർ ചെയ്തെങ്കിലും ആ സിനിമ ചർച്ച ചെയ്യുന്നത് രാജീവ് ഷെട്ടിയിലൂടെയാണ്. ഈ കാന്താര എത്ര ഹിറ്റ് അടിച്ച സമയത്ത് തോന്നിയിരുന്നു ആ ഒരു ക്യാരക്ടർ അതേപോലെ പെർഫോം ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അടുത്തൊരു പാട്ട് വരുന്ന സമയത്ത് എക്സ്പെക്ട് ചെയ്യാവോ അതിൽ രാജീവ് ഷെട്ടി എന്നൊരു ആക്ടർ? ഇല്ല. ഐ തിങ്ക് യു ആർ ആസ്കിംഗ് അബൌട്ട് കാന്താര 2. കാന്താര ഇല്ല, കാന്താര 2 ഞാൻ ഒരു ഇതും ഇല്ല. എന്ന് വെച്ചാൽ അത് ഒരു വലിയ പ്രോജക്റ്റ് ആണ്. അതെ അതെ അതെ, അത് ചെറുതായിട്ട് അതിന്റെ സ്റ്റാർട്ടിങ് കുറച്ച് എഴുതിയിട്ടുണ്ട്. ആ ഒരു രാജാവിന്റെ കഥ വരുമല്ലേ, ആ പോർഷൻ എഴുതിയിട്ടുണ്ട്. പിന്നെ അതിന്റെ ലാസ്റ്റ് പോർഷൻ നമ്മുടെ പെർഫോമൻസിലെ ഭയങ്കരമായിട്ട് കോൺട്രിബ്യൂഷൻ ഉണ്ട്. അങ്ങനെ ഒന്നുമില്ല. ആ ഒരു തെയ്യമിന്റെ പോർഷൻ അതിന്റെ എക്സിക്യൂഷൻ പോയായിരുന്നു. അത്രേ ഉള്ളൂ, മേക്കിംഗ് എന്നുള്ള രീതിയിൽ. ഇത് വന്ന് ഇത്രയും എന്നുള്ള രീതിയിലേക്ക് ഹിറ്റ് അടിക്കുന്ന സമയത്ത് തോന്നിയിട്ടുണ്ട്, ഐ മീൻ അതിന്റെ ഒരു പാർട്ടായിട്ട്? ഇല്ല, ഞാൻ പടം കണ്ടു അല്ലേ, അതിന്റെ ഫസ്റ്റ് കട്ട് കാണുമ്പോൾ സോ ഞാൻ പറഞ്ഞു ഋഷഭ് അടുത്ത് നല്ല പടമാണ്, പക്ഷെ എത്ര വലിയ ഹിറ്റ് ആവും എനിക്ക് ഇതില്ല. പക്ഷെ കർണാടകത്തിൽ ഒരു ചെറിയ ഹിറ്റ് ആവും, അങ്ങനെ ഋഷഭും അങ്ങനെ ഞാനും അങ്ങനെ വിചാരിച്ചു. പിന്നെ ഇതില് എന്താ നമ്മുടെ അത് ഡബിങ് പോകുന്നു. അപ്പൊ ഹൊമ്പാളെ പറഞ്ഞു ഇപ്പൊ നമുക്ക് ഡബിങ് ചെയ്തിട്ട് വേറെ വേറെ ലാംഗ്വേജ് റിലീസ് ചെയ്യുക. അപ്പോൾ ഋഷഭ് എനിക്ക് വിളിച്ചു, ഇതെന്താ ഇവർ ഡബിങ്, ഋഷഭ് പറഞ്ഞു ഇതെന്താ ഇവർ ഡബിങ് ചെയ്യുന്നത്, എനിക്കറിയില്ലേ, ഇത് കൾച്ചർ വേറെ അല്ലേ, വേറെ ആൾക്കാർക്ക് അത് മനസ്സിലാവുന്നില്ല, അപ്പോൾ അത് ട്രാവൽ ചെയ്യില്ല, പക്ഷെ ഇവർ ചെയ്യട്ടെ അങ്ങനെ പറഞ്ഞു. പക്ഷെ അത് വലിയ സംഭവമായി. അത് നമുക്ക് പറയാൻ പറ്റില്ല, ഒന്നും പറയാൻ പറ്റത്തില്ല. ഏത് പടം നമുക്ക് ആക്ച്വലി ഈ കോവിഡ് സിറ്റുവേഷന് ശേഷം ആഫ്റ്റർ ഒരുപാട് OTT പ്ലാറ്റ്ഫോമുകൾ നമുക്ക് ഒത്തിരി ഭയങ്കര ചീപ്പായി തുടങ്ങി. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ലാംഗ്വേജ് ബാരിയർ എന്ന് പറയുന്ന കാര്യം അങ്ങ് ബ്രേക്ക് ആയി സിനിമയില്. എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. അല്ല, ഈ പലപ്പോഴും അങ്ങനെ തന്നെയാണ്. കോവിഡ് ഇപ്പോൾ പാനിൽ നിന്നുള്ള വാക്ക് കൂടുതലും ചിലപ്പോൾ ഉച്ചരിക്കാൻ തുടങ്ങിയത് ചിലപ്പോൾ ഈ കോവിഡിന് ശേഷമായിരിക്കുന്നത്. അങ്ങനെ ഒരു ബാരിയർ ഇല്ലാത്തതുകൊണ്ട് തന്നെയായിരിക്കും ഇപ്പോൾ മലയാളി തന്നെ വെയിറ്റ് ചെയ്യുന്ന പടങ്ങളിലൊന്നാണ് ഇതുപോലെ പുഷ്പ എന്നുള്ളത് അല്ലേ. പുഷ്പ 2 എത്രത്തോളം ഹിറ്റ് എന്ന് വരുന്നു റിലീസ് എന്നുള്ള രീതിയിലേക്ക്. ശരിക്കും ഈ പരിമിതികളില്ലാത്ത തന്നെ ഏറ്റവും സിനിമയ്ക്ക് തന്നെ ഗുണം ചെയ്യുന്നതാണ്. അത് പറഞ്ഞുകൊണ്ട് തന്നെ എങ്ങനെ ഒരു എക്സ്പെക്ടേഷൻ പുഷ്പ 2 ഒക്കെ അതിന്റെ ഒരു ട്രെയിലർ ഇഷ്ടപ്പെട്ടു. അല്ലു അർജുനാണോ അത് ഫാഫ് ഉള്ളത് കൊണ്ടാണ് ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്ത്? ഭയങ്കര ഇഷ്ടമുള്ള 2 ആക്ടേഴ്സ് ആൻഡ് ഇറ്റ് ലുക്സ് വെരി നൈസ്. തിയേറ്ററിൽ കാണാൻ നമുക്ക് ഭയങ്കര ആവേശം തരുന്ന ഒരു ട്രെയിലർ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സുകുമാർ എന്റെ ഫ്രണ്ടും, അപ്പോ അവർക്ക് നന്നായിട്ട് ആവട്ടെ, പടങ്ങൾ വരട്ടെ, ഇനി വലിയ പടങ്ങൾ വരുമ്പോൾ ഞാനും ഉണ്ടാവട്ടെ അല്ലേ. ഈ കഥകൾ കേട്ടതിൽ ഏറ്റവും പെട്ടെന്ന് യെസ് പറഞ്ഞ 2 പടങ്ങൾ, ഒന്ന് സൺഡേ ഹോളിഡേയും ഒന്ന് കിഷ്കിന്ദ അത് കേട്ടിട്ടുണ്ട്. ആ യെസ് പറഞ്ഞത് ഇതിലെ കാരണം ആ കഥയായിരുന്നു, അതിലെ കഥയുടെ നായകന്റെ പേര് ആസിഫ് അലി എന്നുള്ളതായതുകൊണ്ടായിരുന്നു. കഥ തന്നെയാണ്. ഒബ്വിയസ്ലി എനിക്ക് ഇക്കാടോട് എന്ന് ഇപ്പൊ ഒരു സിനിമ ചെയ്യാൻ പറ്റിയാലും ഐ എം വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. പക്ഷെ എനിക്ക് തോന്നുന്നു അല്ല, സൺഡേ ഹോളിഡേ ജിസായിട്ട് വഴിയാ കിഷ്കിന്ദ കണ്ടും ആസിക്ക വഴി തന്നെയാണ് എനിക്കത് വന്നത്. ആൻഡ് പക്ഷെ അത് കഥ, പക്ഷെ മെയിൻ ആയിട്ട് അതെന്തോ അങ്ങനെ ഒരു കോയിൻസിഡൻസ് വന്നതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും നന്നായിട്ട് തിയേറ്ററിലും ഭയങ്കര ആൾക്കാർ പ്രേക്ഷകർ ഭയങ്കരമായിട്ട് ഏറ്റെടുത്തു. ഇറ്റ്സ് എ ഹ്യൂജ് കോയിൻസിഡൻസ്, പക്ഷെ ഐ എം വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. പക്ഷെ കഥ കേട്ടിട്ട് തന്നെയാണ് രണ്ടും ഞാൻ യെസ് പറഞ്ഞത് ആണെന്നുള്ളത്. എനിക്ക് തോന്നുന്നു ടർബോയെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ആ സിനിമ ഏറ്റവും കൂടുതൽ കണക്ട് ആയി കിടക്കുന്ന മമ്മൂക്ക എന്നുള്ളത് കേട്ടില്ല. എവിടേക്ക് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇതുപോലെ മമ്മൂക്കയായിട്ടുള്ള ഒരു ഫ്ലൈറ്റ് യാത്ര. ആക്ച്വലി നേരത്തെ പറഞ്ഞ പോലെ അതൊരു സ്കൂളായിരുന്നു, പാഠപുസ്തകമായിരുന്നു എന്നുള്ളത്. മലയാളം നടന്മാരോ നടിമാരോ എന്നുള്ളതിൽ ഏറ്റവും കൂടുതൽ പഠിച്ചൊരു പാഠം ശരിക്കും എന്താ എടുത്തുള്ളത്, അല്ലെങ്കിൽ അവരിൽ നിന്ന് അഡാപ്റ്റ് ചെയ്യാൻ തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താ? അതെ, ഇതുവരെ ചെയ്തിട്ടുള്ള 3 പടമാണ്. പക്ഷെ പടം കാണുമ്പോൾ അവരുടെ ഡെഡിക്കേഷൻ ഉണ്ട്. ഇപ്പോ ആവേശം ചെയ്യുമ്പോൾ നമ്മുടെ ഫഹദ് ഫാസിൽ, അവർക്ക് അതിന്റെ അപ്രോച്ച് എന്താ, ക്യാരക്ടർ അപ്രോച്ച് എന്താ, ആ ഒരു ചോദ്യം ഉണ്ടായിരുന്നു അവർക്ക് അവരുടെ ഉള്ളിൽ. സോ ഹി വാസ് എക്സ്പ്ലോറിങ് ദാറ്റ്. സോ
ആ ബാംഗ്ലൂരുടെ ഒരു ഗൂണ്ട എങ്ങനെ ഉണ്ടാവും, അവൻ്റെ ബോഡി ലാംഗ്വേജ് എങ്ങനെ ഉണ്ടാവും, കുറച്ച് നമുക്ക് അതിൻ്റെ എന്താ ലാർജർ ദാൻ ലൈഫ് കാണിച്ചാൽ അതെങ്ങനെ സ്റ്റിൽ ഹൗ ക്യാൻ പീപ്പിൾ റിലേറ്റ്, ഇങ്ങനത്തെ ചോദ്യങ്ങൾ അവർ സോൾവ് ചെയ്യാൻ keep on solving. I think that is one thing most of the other actors from other industry need to learn. ആ ഒരു ഡെഡിക്കേഷൻ ഉണ്ട്. അതെന്താ വെച്ചാൽ ഇപ്പോൾ ക്വാളിറ്റി എല്ലാവരുടെ ആക്ടേഴ്സിന്റെ ക്വാളിറ്റി അത്ര നന്നായിട്ട് വരുമ്പോൾ, അപ്പൊ ഞാൻ ഇവിടെ ആക്ടർ ആവുമ്പോൾ എനിക്കും കുറച്ചും കൂടി ഉത്തരവാദിത്വമുണ്ട്. ഓ ഞാൻ ഇല്ലെങ്കിൽ ഇവരുടെ ഓഡിയൻസിന്റെ ജഡ്ജ്മെന്റും കുറച്ചും കൂടി അവർക്ക് അറിയോ. ചെറുതായിട്ട് ഓവർ ആക്ടിങ് ചെയ്തനായി അവൻ നശിപ്പിച്ചും ഡയറക്റ്റ് ആയിട്ട് ഇവിടുത്തെ ആൾക്കാർ they will comment on you. So I think that is what it's because of the people the actors have become better, and because of the actors people have perceived cinema better. ആ ഒരു ഇതുണ്ട്, ബന്ധമുണ്ട് ഇവിടെ. I think that should be. ഈ മമ്മൂക്കയുടെ കൂടെ കണ്ടു, സോയുടെ അടുത്തൊരു ചോദ്യം വരും ലാലേട്ടന്റെ കൂടെ എന്നാണ് എന്നുള്ളത്. അല്ല, ആഗ്രഹമുണ്ട്. പക്ഷെ അത് ആക്ടറായിട്ട് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല. പറഞ്ഞു സ്റ്റാർട്ടിങ്ങിൽ അപർണ പറഞ്ഞു നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നല്ല ക്യാരക്ടറും നല്ല പ്രോജക്റ്റും വരുമ്പോൾ who doesn't want to act with Mohanlal sir? Who doesn't want to act? Like anybody would want to, but you don't know when the script will arrive, and if it happens, I'm lucky. Again, another school. ഈ നായികയായിട്ട് കാണുന്നേക്കാളും മുമ്പ് അപർണയുടെ ശ്രമങ്ങളിൽ തുടക്കത്തിലുണ്ടായിരുന്ന ഒരു സിംഗർ ആയിട്ട് കൂടിയായിരുന്നു അല്ലെ. റിയാലിറ്റി ഷോയിൽ വരെ വന്ന് റിജക്ഷൻ കിട്ടി പോയോടത്തുനിന്ന് പ്ലേബാക്ക് സിംഗർ ആയിട്ടും കണ്ടിട്ടുണ്ട് എന്നുള്ളത്. 2 സിംഗേഴ്സിന് ഒരുമിച്ച് കിട്ടിയൊരു സമയം കൂടിയാണ് അല്ലെ. അസാധ്യമായിട്ട് പാടുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. മലയാളം അല്ലെ, അസാധ്യമായിട്ട് പാടുന്ന എനിക്കറിയാം. മലയാളം പാടുന്നു മാത്രമല്ല, മലയാളം നാടൻ പാട്ട് വരെ കേട്ടിട്ടുണ്ടോ? നാടൻ പാട്ട് പാടാറുണ്ട് ലൊക്കേഷനിൽ ഒരുപാട്. എനിക്കൊന്ന് 2 നല്ല സിംഗേഴ്സ് കിട്ടിയോണ്ട് ഒരു മലയാളം പാട്ട് ഒരുമിച്ച് അല്ലേ അല്ല വരുമ്പോ ഒരുമിച്ച് ചെയ്തെങ്കിലും എല്ലാരും ചൊല്ലുന്നു. നീലക്കരിമ്പിന്റെ തുണ്ടാണ് കണ്ടതയ്യാ, ചക്കരത്തുണ്ടാണ് കണ്ടതയ്യാ. റിതും അല്ലെ ട്യൂൺ ചെയ്തിട്ടുള്ള ഫ്ലോയിൽ വരെ അത് പോകുന്നുണ്ട്. സംവിധായകൻ പാടിക്കാൻ ഒരു തോന്നി ശരിക്കും. ഈ കഥയുടെ ശരിക്കും നടക്കുന്ന ലൊക്കേഷൻ സമയത്ത് കാണുമ്പോൾ ഇത് എവിടെയാണ് നടക്കുന്നതെന്നൊരു ഐഡിയ ഇല്ല. പക്ഷെ സംവിധായകനും തൃശ്ശൂർകാരനാണ്, നായകൻ തൃശ്ശൂർകാരിയാണ്, ഇതിന്റെ മെയിൻ ലൊക്കേഷനും തൃശ്ശൂരാണ്. എന്തെങ്കിലുമൊക്കെ കണക്ഷൻ തൃശ്ശൂരുമായിട്ടുണ്ടോ? ഇല്ല, ആ ലൊക്കേഷൻ കാണാൻ പറ്റിയെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. നമ്മളിത് അവിടെ പ്ലേസ് ചെയ്യുന്നതിന് മുമ്പ് ആ ലൊക്കേഷൻസ് എല്ലാം കണ്ട് നമ്മളവിടെ പോയിട്ടാണ് ഈ സബ്ജക്ട് നമ്മൾ ലോക്ക് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്തായാലും സിനിമയ്ക്കകത്ത് ഉണ്ടാവും. എനിക്ക് തോന്നുന്നു അത്ര അധികം എക്സ്പ്ലോർ ചെയ്യാത്ത കുറച്ച് സ്ഥലങ്ങൾ അതിൻ്റെ അകത്ത് കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. നല്ല ചൂട്, ഔട്ട്ഡോർ, ഹെവി സണ്ണ്, പിന്നെ എനിക്കൊരു സ്വെറ്റർ ഉണ്ടായിരുന്നു. ഫിലിമിൽ പാത്ത് തണുപ്പ്, അവിടെ ചൂട് നല്ല ലൊക്കേഷൻ, ആന എല്ലാം ഉണ്ട് അവിടെ. നമ്മള് ഫോറസ്റ്റിനെയും അതുപോലെ തന്നെ ആക്ച്വൽ ഫോറസ്റ്റ് ആണ് നമ്മുടെ ഹാരിസൺ മലയാളം ലിമിറ്റഡിന്റെയും ഒരു പ്ലാന്റേഷന്റെ കീഴിലുള്ള കുറച്ച് സ്ഥലങ്ങളുണ്ട്. ബ്യൂട്ടിഫുൾ പ്ലേസ്. ഇതിലെനിക്ക് തോന്നുന്നു ഈ പെർഫോമൻസിന്റെ കേസ് പറഞ്ഞുകൊണ്ട് തന്നെ നന്നായിട്ട് ഡാൻസ് ചെയ്യണമെന്ന് നമ്മൾ കണ്ടത് കൂടിയാണ്. ശരിക്കും അത്തരത്തിലൊരു പ്രൊജക്റ്റ് വരുന്ന എക്സ്പെക്ട് ചെയ്യാമോ? ശരിക്കും ഒരു പെർഫോമൻസ് ഒക്കെ കണ്ട് ഒരു ഡാൻസ് മൂഡിലൊക്കെ കൊണ്ടുവന്ന് ആരുടെ അതെ ക്യാരക്ടർക്ക് അത് വേണമെങ്കിൽ ഇപ്പോൾ അവനൊരു റൗഡി, പക്ഷെ അവൻ അതിന് മുമ്പ് അവനൊരു ഡാൻസർ ആയിരുന്നു. അപ്പോൾ ഞാൻ ഡാൻസ് ചെയ്യും. ഒരു ആക്ടറെയോ അല്ലെങ്കിൽ ആക്ട്രസ് ഇപ്പോൾ ആരെ സംബന്ധിച്ചിടത്തോളാണെങ്കിലും എൻ്റെ റൈറ്റർ ഡയറക്ടർ വന്ന് ഈ സിനിമയെ പറയുമ്പോഴായിരിക്കും കാസ്റ്റിനെ കുറിച്ച് അറിയാം. പക്ഷേ നടൻ എന്നുള്ളതിനുപരി എഴുത്തുകാരൻ സംവിധായകനോടെ തന്നെ നമ്മുടെ മനസ്സിൽ കാണുന്ന ഒരു ക്യാരക്ടർ നമുക്ക് ചെയ്യണമെന്ന് തോന്നുന്ന സമയത്ത് ഇപ്പോൾ ഘടകമനെ പോലെ അത്തരത്തിലൊരു സിനിമകൾ എഴുതാൻ തയ്യാറാവാറുണ്ടോ ശരിക്കും മൈൽ കണ്ട്, അല്ലെങ്കിൽ വേറൊരാളെ അതിൽ കാസ്റ്റ് ചെയ്യാൻ എന്നെക്കാളും? അതെ അതെ, അത് നമുക്കറിയില്ല. ഇപ്പോൾ ചില സമയത്തിൽ നമുക്ക്
എഴുതുമ്പോൾ അറിയൂ ഇത് എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന്. ഇപ്പോൾ ഞാൻ ഒരു ഫിലിം ചെയ്തു സ്വാതി മുത്തിന് മലഹനിയെ, അതിൽ എൻ്റെ ക്യാരക്ടറാണ് ചെറിയ ക്യാരക്ടർ, പക്ഷെ ലീഡ് ക്യാരക്ടർ വേറെയാണ്, ഞാൻ ഒരു സപ്പോർട്ടിങ് ക്യാരക്ടറാണ്. അത് എല്ലാത്തിലും നമ്മൾ ആക്ച്വലി വി കനോട്ട് ഇൻവോൾവ് ആർ സെൽഫ്. സോ ദ സ്ക്രിപ്റ്റ് ഇറ്റ് സെൽഫ് ടെൽസ് ലൈക്ക് വെദർ ഐ മാച്ച്, വെദർ ഐ ഡോണ്ട് മാച്ച്, വാട്ട് എവർ ദ സ്ക്രിപ്റ്റ് ടെൽസ് വി നീഡ് ടു ഹിയർ ആൻഡ് കണ്ടിന്യൂ, ദാറ്റ്സ് ഓൾ. ഈ സിനിമയിൽ എപ്പോഴും ഈ സൗഹൃദങ്ങൾക്ക് സ്ഥാനമുണ്ടെന്നതിനപ്പുറത്തേക്ക് നമ്മൾ പറയാറുണ്ട്, സിനിമയിൽ ചിലപ്പോഴൊക്കെ ഈ സൗഹൃദങ്ങൾ ഒരു പരിമിതിക്കപ്പുറം പോവാറില്ല എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ അടുത്ത് അത്രത്തോളം ചർച്ച ചെയ്തിട്ടുള്ള കാര്യം കൂടി തന്നെയായിരുന്നു ഒരു നയൻതാര ഒരു മാറ്റർ ഇഷ്യൂ, നമ്മൾ എല്ലാം ചർച്ച ചെയ്തതാണ്. ഇപ്പോൾ ശരിക്കും അങ്ങനെ ഒരു പ്രൊജക്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരാളുടെ ഒരു ബയോപിക്കിനോട് തുല്യം പോലെയുള്ള ഒരു സിനിമ വരുന്ന സമയത്ത് അതിൻ്റെ ഭാഗമായിട്ടുള്ള സിനിമകളുടെ ഒക്കെ കട്ടിങ്സിൽ വരുന്നുണ്ട്. ശരിക്കും ഇത്തരത്തിലൊരു നിലപാട് എടുക്കുന്നതിനോട് എന്താ അഭിപ്രായം? അത് അവരുടെ പടം, അവരുടെ ബയോപിക്, നമ്മളെന്താ അഭിപ്രായം പറയാനാണ്? അല്ല, ശരിക്കും അത്തരത്തിലൊരു സൗഹൃദങ്ങൾക്ക് സ്ഥാനമില്ലേ എന്ത് തോന്നുന്നു? അല്ല, അത് നമുക്ക് അറിയില്ലല്ലേ അവരുടെ ഉള്ളില് അവരുടെ തമ്മിൽ എന്താ നടന്നിട്ടുണ്ടെന്ന് നമുക്കറിയില്ല. സോ വി ഓൺലി സീ അബൌട്ട് ആക്ടേഴ്സ്. യു ഡോണ്ട് നോ ലൈക്ക് വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ മീ ആൻഡ് ഹെർ ഓർ ലൈക്ക് മീ ആൻഡ് ഹിം. യു ആർ സീയിങ് വാട്ട് എവർ വി ഷോ. സോ അത് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല. ഓഡിയൻസ് ജഡ്ജ്, ദേ വിൽ ജഡ്ജ് ബിക്കോസ് they see actors in a certain way, but we shouldn't judge because at least we know, in between us what are the misunderstanding that happens, how we solve, what are the relation, and like we know things happen and finally they are human beings only. Like even you shouldn't ask like does it happen between actors, does it happen between human beings? Yes, if it is yes, then like they are human beings. Yes, absolutely. Yes. അപ്പോൾ എന്തായാലും സിനിമ അല്ലെ എന്തായാലും അടുത്തൊരു ചർച്ചാ വിഷയമാവുന്ന ഒരു യൂണിക് ട്രാക്കിൽ തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ഉള്ളൊരു സിനിമ കൂടി തന്നെയാണ്. അപ്പോൾ അത്തരത്തിൽ ചർച്ചകളാവട്ടെ. എന്തായാലും ഒരു ഫെസ്റ്റിവൽ അല്ലെ ട്രാക്കിൽ കൂടെ പ്ലാൻ ചെയ്യുന്നുണ്ടോ ശരിക്കും അത്തരത്തിലൊരു ഫെസ്റ്റിവൽ മൂവി എന്നുള്ള രീതിയിലേക്ക് കൂടെ? ഫെസ്റ്റിവൽ മൂവി ആയിട്ട് പ്ലാൻ ചെയ്തൊരു സിനിമ അതാ ഞാൻ പറഞ്ഞത്, നേരത്തെ പറഞ്ഞ പോലെ അതൊരു ഓർഗാനിക് ആയിട്ട് ആ ഒരു ഡേറ്റിലേക്ക് സംഭവിക്കുന്നതാണ്. അതങ്ങനെ വലിയൊരു ഫെസ്റ്റിവൽ സീസണിൽ ഇറക്കേണ്ട ഒരു സിനിമയല്ല. പക്ഷെ ഇപ്പൊ അങ്ങനെ ഇല്ല ബ്രദർ. അത് ഞാൻ മനസ്സിലാക്കുന്നത് വെച്ചാൽ ഒരു സിനിമ നല്ലതാണെങ്കിൽ ഇപ്പൊ കിഷ്കിന്താ കണ്ടം എനിക്ക് തോന്നുന്നു ലാസ്റ്റ് വന്ന പടം ഇപ്പം ഓണത്തിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും ഓണം റിലീസിന്റെ സമയത്ത് ഏറ്റവും കൂടുതൽ സംസാരിച്ചത് കിഷ്കിന്താ കാണ്ടാണ് അല്ലേ? അപ്പം അങ്ങനെയൊന്നുമില്ല. ഇപ്പം പ്രേക്ഷകന് ഇവിടെ നമുക്ക് എന്തും ചെയ്യാം. നിങ്ങൾക്കൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ ഇറക്കാം, നിങ്ങൾക്ക് ആരും സംസാരിക്കാത്ത സിനിമ ഇറക്കാം. ഇവിടെ എന്ത് പരീക്ഷണത്തിനും ഇവിടെ ജനങ്ങൾ തയ്യാറാണ്. അവരത് കണക്ട് ആയാൽ മതി, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പം അങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ കണക്ട് ആവട്ടെ, ഹിറ്റ് ആവട്ടെ. നമുക്ക് വിജയത്തിന്റെ ഭാഗമായിട്ട് പിന്നെയും കാണാൻ പറ്റട്ടെ എന്നുകൂടെ ആശംസിക്കുന്ന. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.